ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? കർത്താവ് ഇന്ന് നമ്മുടെ നടുവിൽ വലിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് 26-ാം തീയതിയാണ്. ഇന്നലെ ക്രിസ്മസ് ദിവസമായിരുന്നു. ഇനി അങ്ങോട്ട് 4-5 ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഈ 2024 അവസാനിക്കുവാൻ. പക്ഷേ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ കൃപ എത്രയോ വലുതായിരുന്നു നമ്മളോട് കൂടെ ഉണ്ടായത്. എണ്ണി തിട്ടപ്പെടുത്താൻ ഒരിക്കലും സാധ്യമല്ലാത്ത നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഓരോ ദിവസങ്ങളും കർത്താവ് നമുക്ക് നൽകി. ഒരു പേനയോ പേപ്പറോ ഒക്കെ എടുത്ത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതെന്ന് എഴുതാൻ തുടങ്ങിയ ഒരു 200 പേജിൻ്റെ ബുക്ക് പറ്റത്തില്ല. അതിൻ്റെ തന്നെ ഒരു 10 പുസ്തകം എടുത്താലും പറ്റത്തില്ല. ചിലർക്ക് 100 പുസ്തകം എടുത്താലും പറ്റത്തില്ല. അത്രത്തോളം ഉണ്ടായിരിക്കും. 1 by 1 ആയിട്ട് നമ്മൾ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ഉണ്ടായിരിക്കും ദൈവം ചെയ്ത നന്മകൾ. ഇന്ന് കർത്താവിനെ നമുക്ക് സ്തുതിക്കാനും അവനെ ആരാധിക്കാനും അവൻ്റെ നന്മകൾക്ക് നന്ദി കരയേറ്റാനും ഉള്ളൊരു ദിവസങ്ങളാക്കി നമുക്ക് ഈ ദിവസങ്ങളെ മാറ്റിയെടുക്കാം. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഒരു കീ സ്പോൺസറാണ് കണ്ണൂരിൽ നിന്ന് ജാനറ്റ് ആൻറ്റിയാണ്. താങ്ക് യു ആൻറ്റി. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മകൻ കെവിൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ, ഉയർച്ച ഉണ്ടാകുവാൻ, മകൻ്റെ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, മകൻ്റെ തലമുറകൾ ലഭിക്കുവാൻ, സ്വർഗത്തിലെ കർത്താവെ ഈ വിഷയങ്ങളിലെല്ലാം അങ്ങയുടെ കരം നീട്ടണമേ അപ്പാ. ദൈവ പദ്ധതികൾ അങ്ങ് വെളിപ്പെടുത്തണമേ കർത്താവെ. താങ്ക് യു ജീസസ്. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് 31-ാം തീയതി വൈകിട്ട് നടക്കുന്ന സ്പെഷ്യൽ മീറ്റിംഗ്സിന്റെ ഡീറ്റെയിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകമായിട്ട് കൊച്ചിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ 1-ാം തീയതി വൈകിട്ട് ഇതുപോലൊരു പുതുവത്സരാരാധനയുമായിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് എത്തിച്ചേരുന്നുണ്ട്. അവിടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായിട്ട് അവിടേക്കും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സന്ദേശം എന്നുള്ള ഹൗ ടു വർഷിപ്പ് ഗോഡ് പ്രാക്ടിക്കലി, എങ്ങനെയാണ് പ്രായോഗികമായിട്ട് ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ സാധിക്കുന്നത്. ആ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കിടക്കാം. വെൽക്കം ബാക്ക്. ഹൗ ടു വർഷിപ്പ് ഗോഡ്, എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്, അതിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന. കഴിഞ്ഞ മൺഡേയാണ് നമ്മൾ ഈ സ്റ്റഡി ആരംഭിച്ചത്. ജീവിതത്തിൽ വലിയ വിപ്ലവം ഉണ്ടാക്കാൻ പൊട്ടൻഷ്യലുള്ള ഒരു വചന പഠന പരമ്പരയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ആരാധനയുടെ വാതിലുകൾ, അതിൻ്റെ വെളിപ്പാടിൻ്റെ കലവറകൾ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, പരിശുദ്ധാത്മാവ് വളരെ സീസണലായി ഓരോ സീസണും ആവശ്യമുള്ള സന്ദേശമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. അതിൽ ഓരോന്നിലൂടെയും കർത്താവ് നമ്മുടെ ജീവിതത്തെ പണിതെടുക്കും. അതുകൊണ്ട് ഒരു ദിവസം പോലും മുടങ്ങിപ്പോകരുത്. ഞാൻ ഈ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത് എന്ന പുസ്തകത്തിൽ നിന്നാണ്. 30 പാഠങ്ങളാണ് ഇതിലുള്ളത്. രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും കയ്യിൽ ഇതുണ്ടായിരിക്കണം. ഇത് ബ്ലെസ്സിംഗ് ടുഡേക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളൊരു പുസ്തകമല്ല. വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും ഉപകരിക്കുന്ന 30 പാഠങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദിസ് ഈസ് ഓൾസോ എ വർക്ക് ബുക്ക്, ദിസ് ഈസ് ഓൾസോ എ കോഴ്സ് ബുക്ക്. ഒറ്റയ്ക്ക് പഠിക്കാം അങ്ങനെ സാധിക്കുന്നവർക്ക്. അതുകൂടാതെ ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പുകളിൽ, സെൽ ഗ്രൂപ്പുകളിൽ, ബ്ലെസ്സിംഗ് ഗ്രൂപ്പുകളിൽ, കണക്ട് ഗ്രൂപ്പുകളിൽ, ലൈഫ് ഗ്രൂപ്പുകളിൽ, എന്താണോ നിങ്ങളുടെ ഗ്രൂപ്പ്, സ്മോൾ ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പുകളിൽ ഡിസ്കഷൻ പോലെ ഫെസിലിറ്റേറ്റ് ചെയ്യാം, ടീച്ച് ചെയ്യാം, പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കാം, എന്തു വേണേലും ചെയ്യാവുന്ന രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുക. അതിൽ 19-ാമത്തെ ചാപ്റ്ററാണ്
വർഷിപ്പ് അല്ലെങ്കിൽ ആരാധന. അതിലെ പല കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, ദൈവം നമ്മെ സകല സൃഷ്ടികളുടെയും പ്രാഥമിക ഉദ്ദേശ്യം, സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ, വാഴ്ത്തട്ടെ. നമ്മെ വീണ്ടെടുത്തതും അതിനുവേണ്ടി തന്നെയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. യേശു വന്നതോടുകൂടെ, യേശുവിൻ്റെ വരവോടുകൂടെ ആരാധനയുടെ രീതികൾക്ക്, ശൈലികൾക്ക് മാറ്റം വന്നു. അതിനു മുമ്പ് പ്രത്യേകിച്ചുള്ള ചില പുരോഹിതന്മാർ പ്രത്യേക വസ്ത്രം ധരിച്ച് വേഷഭൂഷാദികളോടുകൂടെ ജനങ്ങൾ കൊണ്ടുവരുന്ന യാഗങ്ങളെ അർപ്പിക്കുകയും അങ്ങനെ ആരാധന കഴിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലത്തും പാട്ടുപാടുകയും പല രീതികളും ഉണ്ടായിരുന്നെങ്കിലും പ്രധാനമായും ഈ പുരോഹിതന്മാരിലൂടെയാണ് യാഗങ്ങൾ, സാക്രിഫൈസസ് അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. യേശു കർത്താവ് പറഞ്ഞു. എന്ന് മാത്രമല്ല, അതിൻ്റെ സ്പെസിഫിക്കായ സ്ഥലങ്ങളുണ്ടായിരുന്നു. സമാഗമന കൂടാരം, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള പണിയപ്പെട്ട ടെമ്പിൾ, യെരുസലേം ദേവാലയം. ഏതെങ്കിലുമൊക്കെ മലമുകളിലാണ് സാധാരണ ഇത് ചെയ്യാറുള്ളത്. യേശു വന്നിട്ട് പറഞ്ഞു, ആ മലയിലുമല്ല, ഈ മലയിലുമല്ല. സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. സോ ജീസസ് ചേഞ്ച്ഡ് ദ സ്റ്റൈൽ ഓഫ് വർഷിപ്പ്, ദ മോഡ് ഓഫ് വർഷിപ്പ്, ദ മെത്തഡ് ഓഫ് വർഷിപ്പ്. അത് മാറിയിട്ട് ഒത്തിരി പേർക്ക് അത് മനസ്സിലാകാത്തതുകൊണ്ട് പഴയ രീതികൾ ഇപ്പോഴും തുടരുന്നവരുണ്ട്. പഴയതും പുതിയതുമായുള്ള ഒരു ഹൈബ്രിഡ് മെത്തേഡ് പോകുന്നവരുണ്ട്. യേശു വ്യക്തമായി പറഞ്ഞു, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് കളക്ട് ചെയ്ത് വെക്കാൻ സാധ്യമല്ല. അതിൻ്റെ അർത്ഥം പഴയതും പുതിയതും തമ്മിൽ മിക്സ് ചെയ്യാൻ സാധ്യമല്ല. പഴയ ഒരു കീറിപ്പോയ തുണിയോട് ഒരു പുതിയ തുണിക്കണ്ടം, അതായത് പീസ് ഓഫ് ക്ലോത്ത് കൊണ്ട് തയ്ച്ചു പിടിപ്പിച്ചാൽ അത് പറഞ്ഞു പോരുക മാത്രമല്ല, പഴയതിനേക്കാൾ ആ ദ്വാരം വലുതാകുകയും ചെയ്യും. ഇവിടെയൊക്കെ കർത്താവ് ഉദ്ദേശിച്ചത് പഴയ നിയമം പഴയ ഉപദേശം പുതിയ ഉപദേശം തമ്മിൽ മിക്സ് ചെയ്തൊരു ഹൈബ്രിഡ് ഉപദേശം ഉണ്ടാക്കരുത്. അതുകൊണ്ട് നാശമേ വരൂ. സോ യേശു കർത്താവ് ആരാധനയുടെ രീതികളെ മാറ്റിയെങ്കിൽ നമ്മൾ അതാണ് ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ എന്താണ് ആരാധന എന്നുള്ളത് കണ്ടു. സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കേണ്ടതെന്നും അതിന് സ്ഥലകാല പരിമിതികളില്ലെന്നും ഒക്കെ നമ്മൾ കണ്ടു. എന്താണ് ആത്മാവിലുള്ള ആരാധന? അത് നമ്മൾ കണ്ടു. ദൈവാത്മാവാണ്, നമ്മളാത്മാവാണ്. വീണ്ടും ജനിക്കുന്നൊരു വ്യക്തിയുടെ ദൈവാത്മാവിനോട് ചേർന്ന് തൻ്റെ ആത്മാവ് ചേരുകയും സ്പിരിറ്റ് റെലമിൽ വേണം വർഷിപ്പ് നടക്കാൻ. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. സത്യത്തിലുള്ള ആരാധനയെക്കുറിച്ച് നമ്മൾ കണ്ടു. വചനത്തിൽ നിന്ന് നമ്മുടെ അകത്തേക്ക് വരുന്ന സത്യം നമ്മുടെ അകത്ത് എസ്റ്റാബ്ലിഷ്ഡായി അതിൽ നിന്നും തുറന്നു വരുന്ന ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട്. കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് സർവീസിൽ എനിക്ക് തോന്നുന്നു ദ ഗ്ലോറി ഓഫ് ഗോഡിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, ഷെയ്ഡ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അൺഷെയ്ഡ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ദൈവം നമ്മളോട് പങ്കുവയ്ക്കുന്ന ദൈവത്തിൻ്റെ ചില ഗുണവിശേഷങ്ങൾ. ഉദാഹരണത്തിന് ദൈവസ്നേഹമാകുന്നു. നമ്മുടെ അകത്ത് സ്നേഹമൊക്കെ ഉണ്ട്, അതുപോലെ പെർഫെക്റ്റ് അല്ലെന്ന് മാത്രം. ദൈവം വിശ്വസ്തനാണ്, നമ്മുടെ അകത്തും വിശ്വസ്തതയുണ്ട്, അതുപോലെ അല്ല. നീതി, ദൈവം നീതിമാനാണ്, നമ്മുടെ അകത്ത് നീതിബോധമുണ്ട്, പക്ഷേ അത്രയും പെർഫെക്റ്റ് അല്ല. വീഴ്ച സംഭവിച്ച നിമിത്തം അതിൻ്റെ റിഡംഷൻ നടക്കുന്നതേ ഉള്ളൂ. എന്നാൽ അൺഷെയ്ഡായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ദൈവം നിത്യനാണ്, നമ്മൾ നിത്യരല്ല. നമുക്കൊരു ആരംഭമുണ്ട്, അവസാനമില്ല. എന്നാൽ ദൈവത്തിന് ആരംഭമില്ല, അവസാനമില്ല. ദൈവം അനന്യനാണ്, ദൈവത്തിന് ഒരിക്കലും മാറാൻ സാധ്യമല്ല. നമ്മൾ ഓരോ മിനിറ്റും മാറിക്കൊണ്ടിരിക്കുകയാണ്. മൂഡ് മാറും, എല്ലാം മാറും. ഇങ്ങനെ അതെല്ലാം അൺഷെയ്ഡാണ്. സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ഇതൊന്നും വേറെ ആർക്കുമില്ല, ദൈവത്തിനല്ലാതെ വേറെ ആർക്കുമില്ലാത്ത അൺഷെയ്ഡ്, പങ്കുവയ്ക്കാനാകാത്ത ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഇതിനെക്കുറിച്ച്. പക്ഷേ ഇങ്ങനെയുള്ളൊരു മഹാദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, വെളിപാട് നമ്മുടെ അകത്തുണ്ടാകുമ്പോൾ, നേരത്തെ പറഞ്ഞു ആത്മതലത്തിലാണ് ആരാധന നടക്കേണ്ടത്. ഭൗമിക തലത്തിലല്ല, ജഡത്തിൻ്റെ തലത്തിലല്ല, ശാരീരിക മണ്ഡലത്തിലല്ല, ആത്മാവിൻ്റെ തലത്തിലാണ്. അതോട് ചേർന്ന് സത്യത്തിൻ്റെ വെളിപ്പാടുകൂടെ ചേർന്ന് കഴിയുമ്പോൾ അതാണ് നമ്മൾ സറാഫുകളൊക്കെ ആരാധിക്കുന്നതിലൊക്കെ നമ്മൾ കണ്ടത്. ഇത് കൂടാതെ മത്തായിയുടെ സുവിശേഷം 14:33 നമ്മൾ കാണുന്നത് then those who were in the boat worshipped him saying truly you are the son of God. അവിടെ നമ്മൾ കാണുന്നത് വഞ്ചിയിലുള്ള ഉണ്ടായിരുന്നവർ, അറിയാലോ അവിടെ ഒരു ഭയങ്കരമായ കൊടുങ്കാറ്റും ഇതെല്ലാം ഉണ്ടായി. എന്നാൽ യേശു അത്ഭുതകരമായി അതിനെ ശാന്തമാക്കി. ആ സമയത്ത് ആ
തോണിയിലുണ്ടായിരുന്ന ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ആരാധിച്ചു. എന്നിട്ട് പറഞ്ഞത്, ട്രൂലി യു ആർ ദ സൺ ഓഫ് ഗോഡ്. അവർക്കൊരു സത്യം മനസ്സിലായി. ഈ കാറ്റിനെയും കടലിനെയും കോളിനെയും ഒക്കെ ശാന്തമാക്കിയ ഇവൻ ദൈവപുത്രനാകുന്നു. അവർ ആരാധിച്ചു. അപ്പോൾ അവരുടെ അകത്ത് കിട്ടിയ ഒരു സത്യം ആണ് അവരെ ആരാധനയിലേക്ക് നയിച്ചത്, ആത്മാവിലും സത്യത്തിലും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് വർഷിപ്പ്. ആരാധനയുടെ പ്രാധാന്യം എന്താണ്, അത് നമുക്കൊന്ന് നോക്കാം. The worth of worship is greater than kingdoms. ആരാധനയുടെ മൂല്യം, അതിൻ്റെ വില രാജ്യങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്, രാഷ്ട്രങ്ങളെക്കാൾ ശ്രേഷ്ഠം. ഒരു രാഷ്ട്രം മൊത്തം, ഇന്ത്യ മൊത്തം, അല്ലെങ്കിൽ വേറൊരു രാജ്യം എടുക്കുക. ആ രാജ്യത്തിൻ്റെ സമ്പത്ത്, അതിനകത്തുള്ള ജനസമ്പത്ത്, നാച്ചുറൽ റിസോഴ്സസ് എന്തൊക്കെയുണ്ട്, അത് മൊത്തം എടുത്താൽ അതിനേക്കാൾ മൂല്യമാണ് ആരാധനയ്ക്കുള്ളത്. അതെങ്ങനെ മനസ്സിലായി? മത്തായി സുവിശേഷം 4-ാം അധ്യായം 8-9 വചനങ്ങൾ വായിക്കുമ്പോൾ, പരീക്ഷകൻ അഥവാ സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി അടുത്തു വരികയാണ്. അങ്ങനെ വന്ന സമയത്ത് പല പരീക്ഷണങ്ങളും, നീ ദൈവപുത്രനെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്തിയ സമയത്ത് അതിലൊരിക്കൽ ഒരു പ്രാവശ്യം അവൻ പറഞ്ഞു, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ആദ്യമേ ആ ലോകരാജ്യങ്ങൾ അതിൻ്റെ മഹത്വം എല്ലാം അവനെ കാണിച്ചു കൊടുത്തു. നീ എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം തരാം എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ പിശാച് വില പറയുന്നത് the worth of the kingdoms, the worth of the nations. അനേക രാഷ്ട്രങ്ങളുടെ സമ്പത്തിൻ്റെ മൂല്യത്തെക്കാൾ വലുതാണ് ആരാധന. നീ എന്നെ ഒന്ന് വീണ് ആരാധിച്ചാൽ ഇത് തരാം എന്ന് പറയുമ്പോൾ, ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയെ ഡൈവേർട്ട് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോയി വേറൊരാൾക്ക് കൊടുത്താൽ ഇതെല്ലാം തരാമെന്ന് പറയുമ്പോൾ, ആരാധനയെ വെച്ചുകൊണ്ട് ബാർഗെയിൻ ചെയ്യുന്നത് രാജ്യങ്ങളുടെ മഹത്വത്തെ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണേ, ആരാധന മുടക്കാൻ വേണ്ടി പിശാചി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും. അതാണ് അതിൻ്റെ അർത്ഥം. സാധാരണ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ്. ബാക്കി ദിവസങ്ങളൊക്കെ ജോലിയുണ്ട്, ആകെ ക്ഷീണമാണ്, കിടക്കുന്നു. പിന്നെ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് 2 പാട്ട് പാടി തീർത്തു എന്ന് വരുത്തി അത്താഴത്തിനിരുന്ന് കിടന്നുറങ്ങുന്നു. ഒരു വർഷിപ്പ് ലൈഫ് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ സാധാരണക്കാർക്ക് അറിയില്ലായിരിക്കാം. പിന്നെ ആകെപ്പാടെ ഉള്ളത് ഒരു ഞായറാഴ്ച ആരാധനയാണ്. ചിലപ്പോൾ ഒരു ഇടപ്രാർത്ഥന കിട്ടിയെന്നിരിക്കും, എന്തെങ്കിലുമൊക്കെ കാണും. അതർവൈസ് ആകെയുള്ള ആരാധന എന്ന് പറയുന്നത് ഒരു സൺഡേ വർഷിപ്പ്. ആ സൺഡേ വർഷിപ്പിൽ വർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അകപ്പാടെ ഉള്ളത് കുറച്ച് പാട്ട് പാടി ഇതൊക്കെ ചെയ്യണം. ആ പാട്ടിൻ്റെ സമയത്തും അശ്രദ്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരിക്കുവാണെങ്കിൽ അതും പോയി. പിന്നെ എന്താ ഉള്ളത്? സീറോ. പലപ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. ഇനി ഈ ആരാധന, അതാണ് ഞാൻ പറഞ്ഞത്, ആഴ്ചയിൽ ഇത്രയും ആകെ ഉള്ളെങ്കിൽ അതുപോലും മുടക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. കാരണം ആരാധിച്ച് കഴിഞ്ഞാൽ ആരാധിക്കുന്ന വ്യക്തി പിന്നെ പിശാചിനെ പിടിച്ചാൽ കിട്ടില്ല. കാരണം അവൻ ജയിലിൽ വിളിക്കും. അപ്പോസ്തലന്മാർ ജയിലിൽ വിളിച്ചു ആരാധിച്ചിട്ട്. പാട്ട് പാടി ജയിലിൽ വിളിച്ചവരാണ് അപ്പോസ്തലന്മാർ. ഡൈനമിറ്റ് വെച്ചല്ല പൊട്ടിച്ച് ജയിൽ തകർത്തത്, പാട്ട് പാടിയതും. എന്ന് മാത്രമല്ല, ശരിക്കും ആരാധനയിലേക്ക് പോകുന്ന ആളുടെ ഒരു വീട്ടിൽ ബന്ധനം ഉണ്ടാവില്ല, ശരീരത്തിൽ ബന്ധനം ഉണ്ടാവില്ല. കാരണം അത് വേറൊരു റലമാണ്. അവരിൽ പിശാചിന് ഇരിക്കാനോ പിടിക്കാനോ ബന്ധിക്കാനോ കൂച്ചുവിലങ്ങിടാനോ നുകം വയ്ക്കാനോ ഒന്നും പറ്റില്ല. അവർ തടവറകളെ പൊളിക്കും. അപ്പോൾ എങ്ങനെ ആരാധന തകർക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ശ്രമം. കാരണം അതിൻ്റെ വില രാജ്യങ്ങളുടെ വിലയേക്കാൾ വലുതാണ്. നീ എന്നെ വീണ് ആരാധിച്ചാൽ ഈ രാജ്യങ്ങളുടെ സമ്പത്തും മഹത്വം എല്ലാം തന്നേക്കാം. അങ്ങനെയാണ് അവൻ ഇക്വേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ ദയവായി ശ്രദ്ധിക്കുക. സൺഡേ വർഷിപ്പ് മുടക്കാൻ എല്ലാവിധ പരിപാടിയും പിശാച് നോക്കും. ഓൺലൈൻ കണ്ടാൽ മതി. ഓൺലൈൻ കാണുന്നവർ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് തന്നെ ഉറങ്ങി. എന്നാലും അവിടെ ആരാധന നടന്നോളുമല്ലോ, ലൈവല്ലേ. അതിനിടയിൽ ശരിക്കും ഉറങ്ങും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതല്ലെങ്കിൽ ഒരു ചർച്ചിൻ്റെ ആരാധന കഴിഞ്ഞ് തോണ്ടി അടുത്ത ചർച്ചിൻ്റെ ആരാധന തോണ്ടി അടുത്തതിലേക്ക് പോയി
ഒരാരാധനയും പങ്കെടുക്കുക. അവിടെ നിന്ന് നടക്കുന്ന ഇവിടെ നിന്ന് നടക്കുന്ന എല്ലാം തോണ്ടി മനസ്സിലാക്കി ആരാധിക്കാത്ത ഒരു ദിവസമാക്കി അതിനെ മാറ്റും. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ആരാധനയെ തകർക്കാൻ വേണ്ടി പിശാച് 10 പിള്ളേരെ കൊന്നോളാം, 10 മക്കളെയും കൊന്നു. ബിസിനസ് മൊത്തം പൊട്ടി തകർന്നു. ഒറ്റ ദിവസം കൊണ്ട് സകലവും തകർത്ത് തരിപ്പണമാക്കി കയ്യിൽ കൊടുത്തു. അപ്പോൾ നമ്മളാണെങ്കിൽ ഉടൻ തന്നെ എഴുന്നേറ്റ് ദൈവമില്ല, പിശാചുമില്ല, ആരുമില്ല, ഇത്രയും നാൾ ഞാൻ ചെയ്തതെല്ലാം വെറുതെ എന്ന് പറഞ്ഞുകൊണ്ട് സകലരെയും പ്രാഗി ശപിച്ച് പോയേനെ. അവിടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അനന്തരം ഇയ്യോബ് വീണ് ദൈവത്തെ നമസ്കരിച്ചു അഥവാ ആരാധിച്ചു. 10 ഡെഡ് ബോഡി കൊണ്ടുവന്ന് വീട്ടിൽ കിടത്തിയിരിക്കുമ്പോൾ ഫ്യൂണറലിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അല്ല ചെയ്യുന്നത്, അറിയിക്കാനുള്ളവരെ അറിയിക്കുകയല്ല ചെയ്യുന്നത്, മാറത്തടിച്ച് നിലവിളിച്ചത്. ആദ്യത്തെ പരിപാടി വീണ് ദൈവത്തെ നമസ്കരിച്ചു. എന്നിട്ടൊരു കമൻറ്റ് പറഞ്ഞു. മിക്കവാറും മരണ വീടുകളിലും ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ വായിക്കുന്നൊരു വചനഭാഗമാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ ഇയ്യോബ് ആരാധിച്ചത് എല്ലാം നഷ്ടപ്പെട്ട ശേഷമാണ്. ഇന്ന് പലരും ആരാധിക്കുന്നത് അവർക്ക് ചില വീട് കിട്ടി, കാറ് കിട്ടി, ബുള്ളറ്റ് കിട്ടി, ആഗ്രഹിച്ച പോലെ പിക്നിക്കിന് പോകാൻ പറ്റി, കല്യാണം നടന്നു, അപ്പോൾ ഭയങ്കര ആരാധന. എന്തെങ്കിലും കിട്ടുമ്പോൾ ആരാധിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ എല്ലാം ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടപ്പോൾ ആരാധിച്ച ആളാണ് ഈ ജോബ് അല്ലെങ്കിൽ ഇയ്യോബ്. ഒരുപക്ഷെ ഞാനിത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ ആ റെഫറൻസ് എടുത്തു തരാം, വാക്യം പറയാം, ഞാനൊന്ന് എടുത്തോട്ടെ. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓഹോ 1-20 വചനം. At this Job got up and tore a robe and shaved his head. Then he fell to the ground in worship. 20 വചനത്തിലാണ്. അവന് വസ്ത്രമല്ല, വേദനയുണ്ട്. 10 പിള്ളേരെ വഹിക്കുക എന്ന് പറയുന്നത് നിസ്സാര സംഭവമാണ്. ഒരാൾ മരിക്കുക, ഒരാൾക്ക് പനി പിടിച്ചാൽ കരയുള്ളൂ. എല്ലാം തകർന്നു. പക്ഷേ അവനവിടെ ചെയ്തിരിക്കുന്നത്, then he fell to the ground and worshipped. വീണ് ദൈവത്തെ ആരാധിച്ചു. എന്നിട്ട് പറയുന്ന, naked I came from my mother's womb and naked I will depart. The Lord gave and the Lord has taken away. May the name of the Lord be praised. നഗ്നനായി അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു, നഗ്നനായി ഞാൻ തിരിച്ചു പോകും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ ദൈവത്തെ ശപിച്ചില്ല, പ്രാഗിയില്ല, ഒന്നിനെയും വഴി പറഞ്ഞില്ല. ആരാധന എന്ന് പറയുന്നത് എന്തെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ, നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ, ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് വരുമ്പോൾ, അപ്പോഴൊക്കെയാണ് നമുക്ക് പ്രചോദനം വരുന്നത്. എന്നാൽ ജീവിതത്തിൻ്റെ നൈമിഷികത, മനുഷ്യ ജീവിതത്തിൻ്റെ ഷോർട്ട്നെസ്, ഇത്രേ ഉള്ളൂ, അല്പകാലമേ ഉള്ളൂ, ഇതൊക്കെ മനസ്സിലാക്കി ആ യാഥാർത്ഥ്യബോധത്തിലും ജ്ഞാനത്തിലും നിന്നുകൊണ്ട് താൻ ദൈവസന്നിധിയിൽ വീണ്, ജീവൻ്റെ ഉറവിടത്തിൻ്റെ മുമ്പിൽ വീണ് അവൻ ദൈവത്തെ നമസ്കരിച്ചു എന്നാണ് നമ്മളവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നാമത് പറഞ്ഞത്, രാജ്യങ്ങളുടെ മൂല്യത്തേക്കാൾ വലുതാണ് ആരാധനയുടെ മൂല്യം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, രാജ്യങ്ങളുടെ മൂല്യത്തേക്കാൾ വലുതാണ് ആരാധനയുടെ മൂല്യം. അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. എന്ന് മാത്രമല്ല, ഇംഗ്ലീഷിലാണെങ്കിൽ ദ വർത്ത് ഓഫ് വർഷിപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ കിങ്ഡംസ്. ദ വർത്ത്, WORTH, ദ വർത്ത് ഓഫ് വർഷിപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ കിങ്ഡംസ്. രാജ്യങ്ങളേക്കാൾ, രാഷ്ട്രങ്ങളേക്കാൾ, അതിൻ്റെ മഹത്വത്തേക്കാൾ വലുതാണ് ആരാധനയുടെ മൂല്യം. മറക്കരുത്. ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, ആരാധന ഉഴപ്പിക്കളയരുത്, ആരാധന ജീവിതം ഉഴപ്പിക്കളയരുത്. അതുകൊണ്ട് ഇന്ന് മുതൽ തീരുമാനിക്കുക, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങ്, ഇപ്പോൾ ടെറസൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് മുകളിലേക്ക് പോയി അവിടെ ഇങ്ങനെ ഒന്ന് രാത്രിയിൽ സന്ധ്യയ്ക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് ദൈവം സൃഷ്ടിച്ച ആകാശം, ആ ലാൻഡ്സ്കേപ്പ്, സാധനങ്ങൾ ചുറ്റുമുള്ളതൊക്കെ ഒന്ന് കണ്ട് ദൈവത്തെ ആരാധിക്കണം. ദെൻ സിങ്സ് മൈ സോൾ എന്നൊരു പാട്ടുണ്ട് ഇംഗ്ലീഷിലെ, അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ഒന്ന് പാടുകയോ മൂളിപ്പാട്ട് പാടുകയോ മൊബൈൽ പ്ലേ ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടങ്ങ് ആരാധിക്കും.
ഒരു കടൽ തീരത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തുറസായ സ്ഥലത്ത് അല്ലെങ്കിൽ വീടിനകത്ത് ഒറ്റയ്ക്ക് ആളുകളുടെ ഇടയിൽ എവിടെ ഇരുന്നു ജീവൻ തന്നെ ഒരു വർഷിപ്പാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഏശയ്യാവിൻ്റെ പുസ്തകം 43:21 പറയുന്ന വി ആർ ക്രിയേറ്റഡ് ടു വർഷിപ്പ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 41:21 വായിക്കുന്നത് ദ പീപ്പിൾ ഐ ഫോംഡ് മൈ സെൽഫ് ദാറ്റ് ദേ മേ പ്രൊക്ലെയിം മൈ പ്രൈസ്. എന്നെ ആരാധിക്കാൻ അല്ലെങ്കിൽ എന്നെ സ്തുതിക്കുവാനായി ഞാൻ നിർമ്മിച്ച ജനം, ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ജനം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത്, ആത്മീയമായി മരിച്ചവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയില്ല. സങ്കീർത്തനം 115:17 മരിച്ചവർ മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. അപ്പോൾ മരിച്ചവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയില്ല. ഞാനൊരു സൺഡേ സർവീസ് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഇതുപോലൊരു വചനം ഞാൻ വായിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ആരെങ്കിലും ഇതിനകത്ത് സ്തുതിക്കാതിരുന്നാൽ, ആരാധിക്കാതിരുന്നാൽ അവരെ ഡെഡ് പീപ്പിളായി ഞാൻ കണക്കാക്കും, മരിച്ചവരായിട്ട്. കാരണം മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. സഭയ്ക്കകത്ത് അല്ലെങ്കിൽ കൂട്ടായ്മക്കകത്ത് അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ആരാധിക്കാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് ഡെഡ്. Let everything that has breath praise the Lord. ജീവശ്വാസമുള്ളതൊക്കെയും, മലയാളം ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. വാസ്തവത്തിൽ വരേണ്ട ജീവശ്വാസമുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. അല്ലെങ്കിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, ആരാധിക്കണം. ഓക്കെ, ഞാൻ ഈ പറയുന്ന പ്രധാന വചനങ്ങളും പോയിന്റുകളും ദയവായി കുറിച്ച് വയ്ക്കുക. ദൈവം എന്ന മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിൽ വസിക്കുന്നില്ലെന്ന് ബൈബിൾ പറയും. ശരിയാണല്ലോ. അപ്പോസ്തല പ്രവൃത്തികൾ 17:24 പറയുന്നത് മനുഷ്യൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരാലയത്തിലും ദൈവം ഇന്ന് വസിക്കുന്നില്ല. സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അത് ഇവിടെയുണ്ട്, പുറത്തുണ്ട്, അകത്തുണ്ട്, എല്ലായിടത്തും ഉണ്ട്. എന്നാൽ മനുഷ്യൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ആലയങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, പണ്ടുണ്ടായിരുന്നു. കാരണം അന്ന് അതേ പറ്റുള്ളായിരുന്നു. ജനങ്ങളിൽ വസിക്കാൻ ദൈവത്തിന് സാധ്യമല്ലായിരുന്നു. കാരണം വീണ്ടെടുപ്പ് നടന്നിട്ടില്ല, രക്ഷകൻ വന്നിട്ടില്ല, നമ്മുടെ പാപങ്ങളുടെ പരിഹാരം നടന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അത് നടന്നതുകൊണ്ട് അടുത്ത് നമ്മുടെ ശരീരമാകുന്ന ദൈവ നിർമ്മിത ആലയങ്ങളിൽ ദൈവം വസിക്കുന്നു. അപ്പം മനുഷ്യൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ആലയങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. ദൈവത്തിൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഈ ആലയത്തിൽ, ശരീരത്തിൽ ദൈവം വസിക്കുന്നു. 1 കൊരിന്ത്യർ 3:16, 6:19. ഓൾറൈറ്റ്. അതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ ഒരു ജീവനുള്ള യാഗമായി നാം ദൈവത്തിന് സമർപ്പിക്കണം. റോമർ 12:1, 2 ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ ശരീരങ്ങളെ ഒരു ജീവനുള്ള യാഗമായി നാം ദൈവത്തിന് സമർപ്പിക്കണം. അപ്പം ശരീരങ്ങൾ യാഗമായി അർപ്പിക്കപ്പെടണം. ദേവാലയമാണ് ശരീരം, ശരീരങ്ങൾ സാക്രിഫൈസുമാണ്, യാഗവുമാണ് എന്ന് നമ്മൾ മറക്കരുത്. ഓക്കെ, അടുത്തത് കേട്ടോളൂ. നാം ദൈവത്തിന് ആത്മീയ യാഗങ്ങൾ അർപ്പിക്കണം. സോ ഈ കാലത്ത് ഇപ്പോൾ പഴയ നിയമത്തിൽ പുരോഹിതന്മാരുടെ അടുക്കൽ ഇപ്പം ഞാൻ പാപം ചെയ്താൽ കാളയെയോ പശുവിനെയോ ആടിനെയോ പ്രാക്കളെയൊക്കെ കൊണ്ടുപോയി പല പല യാഗങ്ങളൊക്കെ കഴിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പുതിയ നിയമത്തിൽ ചെയ്യേണ്ടത് വി ഷുഡ് ഓഫർ സ്പിരിച്വൽ സാക്രിഫൈസസ് ടു ഗാഡ്. 1 പത്രോസ് 2:5 പറയുന്നുണ്ട്. ആത്മീയ യാഗമാണ് കഴിക്കേണ്ടത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറയാം, ഞാൻ ആത്മീയ യാഗമാണ് കഴിക്കേണ്ടത്. I am to offer spiritual sacrifices. I am to offer spiritual sacrifices. ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാം. I am to offer spiritual sacrifices. ഞാൻ ആത്മീയ യാഗമാണ് അർപ്പിക്കേണ്ടത്. ഇന്ന് പശുവിനെ കൊടുക്കണ്ട, ആടിനെ കൊടുക്കണ്ട, ഇങ്ങനെയുള്ള യാഗങ്ങളൊന്നും വേണ്ട. സ്പിരിച്വൽ സാക്രിഫൈസ്, ആത്മീയ യാഗങ്ങളാണ് കഴിക്കേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കൂ. We can always keep a heart of worship to the Lord. എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ ഹൃദയമാണ് അതിനു വേണ്ടി. എപ്പോഴും കർത്താവിനോടുള്ള ആരാധനയുടെ ഒരു ഹൃദയം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയും. എഫേസ്യ ലേഖനം 5:19 പറയുന്നുണ്ട്. ഹൃദയത്തിൽ നിന്ന് ഇതാണ് വർഷിപ്പ് ചേംബർ, ഇതാണ് വർഷിപ്പ് സെൻറ്റർ. അവിടെ നിന്നുള്ള ആരാധനയാണ് പുറത്തേക്ക് വരേണ്ടത്.
നമ്മുടെ അധരങ്ങളാണ് ഇന്ന് സ്തുതി എന്ന യാഗം അർപ്പിക്കുന്ന യാഗപീഠം. അവിടെ പറയുന്നുണ്ട് അവർ ലിപ്സ്, ഇത് അത് ഓൾട്ടർ. യാഗപീഠം എന്ന് പറയുന്നത് ഈ ചുണ്ടുകളാണ്, അധരങ്ങളാണ്. അവർ ലിപ്സ് ആർ ദ ഓൾട്ടർ ടുഡേ ടു ഓഫർ ടു ഗോഡ് എ സാക്രിഫൈസ് ഓഫ് പ്രൈസ്. ആത്മീയ യാഗം കഴിക്കേണ്ട യാഗപീഠമാണ് നമ്മുടെ അധരങ്ങൾ. എബ്രായ ലേഖനം 13:15 അത് പറയുന്നുണ്ട്. അതായത് അധരഫലമെന്ന യാഗം, സ്തോത്രയാഗം നാം കഴിക്കണം. അധരഫലമെന്ന സ്തോത്രയാഗം കഴിക്കണം. ഓൾറൈറ്റ്, അപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടി. ഈ ആരാധനയുടെ വില എന്താണ്? ദാവീദിനെ കുറിച്ച് പറയുന്നത്, ഇസ്രായേലിൻ്റെ മധുര ഗായകൻ ഔന്നത്യം പ്രാപിച്ചവൻ. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞ, ഇസ്രായേലിൻ്റെ മധുര ഗായകൻ ഔന്നത്യം പ്രാപിച്ചവൻ. മധുര ഗായകൻ ഔന്നത്യം പ്രാപിച്ചു, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിച്ചയാൾ ഔന്നത്യം പ്രാപിച്ചു. സിമ്പിൾ സീക്രറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കൊക്കെ ഉയർച്ച പ്രാപിക്കണം എന്ന് ലൈവ് ചാറ്റിലിട്ട് എനിക്ക് ഉയർച്ച പ്രാപിക്കണം എന്ന് ടൈപ്പ് ചെയ്തിട്ടേ, അതെങ്കിലും അത് കണ്ടോട്ടെ, കർത്താവ് കാണട്ടെ, ജനങ്ങളും കാണട്ടെ, ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കണം. വെരി 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 സിമ്പിൾ സീക്രറ്റ്. ദൈവത്തെ ആരാധിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുക. ആരാധിക്കുമ്പോൾ നേരെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരു ഗോവണി വയ്ക്കും, കയറിക്കൊള്ളാൻ പറയും. ജീവിതത്തിൽ ഉയർന്ന് 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 പോകുക. ഇന്ന് നിങ്ങൾ ജീവിക്കുന്നൊരു ചേരി പോലുള്ള സ്ഥലത്തായിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായൊരു വീടില്ലായിരിക്കും, വീടുള്ളതും ഇല്ലാത്തതും കണക്കുന്ന രീതിയിലുള്ള വീടായിരിക്കാം. ചോർന്ന് ഒലിച്ച് വല്ലാത്ത ഷേപ്പിലായിരിക്കാം. സാമ്പത്തിക അവസ്ഥ 0 അല്ലെങ്കിൽ മൈനസ് ആയിരിക്കാം. കടഭാരത്തിലായിരിക്കാം. ജപ്തി നോട്ടീസ് പുറത്ത് ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കായിരിക്കും. ഞാനൊരു കാര്യം പറയാം, ഇതിലൂടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇതിലൂടെ എല്ലാം പോയിട്ടാണ് പറയുന്നത്. ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിച്ചാൽ വിശ്വസ്തയോടെ, വല്ല കാലത്തും അല്ല, ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം ബ്ലെസ്സിങ് സെൻറ്ററിൽ വരാം ആരാധിക്കാൻ. നോ, സ്ഥിരതയോടെ പിടിച്ചു നിന്ന് ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു, ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും. വീട്ടിൽ പ്രശ്നങ്ങൾ മാറിയിരിക്കും. വിവാഹങ്ങൾ നടക്കേണ്ടത് നടന്നിരിക്കും. ഉറപ്പ് മീൻസ് ഉറപ്പ്. അപ്പോൾ ആരാധനയ്ക്ക് വിലയുണ്ട്. ആരാധന കാരാഗ്രഹങ്ങളെ പൊളിക്കും. രാജ്യങ്ങളുടെ സമ്പത്തിനേക്കാൾ വിലയുണ്ട് ആരാധനയ്ക്ക്. അതുകൊണ്ട് പിശാച് എങ്ങനെയും നിങ്ങളുടെ ആരാധന തകർക്കാൻ ശ്രമിക്കും. കാരണം അതോടെ നിങ്ങൾ മുടിഞ്ഞു പോകും. നീട്ടാം. കർത്താവേ, ഇന്ന് ഈ വെളിപാട് എല്ലാവരകത്ത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. നെഞ്ചിൻ്റെ അകത്തുള്ള എരിച്ചിലും എന്തൊക്കെയോ വിമിഷ്ടങ്ങൾ പോലെയുള്ളത് യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ. നട്ടലിൻ്റെ തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. ഈ വയറിൻ്റെ അകത്ത് മുഴകളുള്ളവരോ, ട്യൂമറുകളോ, ലംബുകളോ, സിസ്റ്റുകളോ അവിടെ കൈവയ്ക്കുക. യേശുവിൻ നാമത്തിൽ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് അപ്രത്യക്ഷമാകട്ടെ. എല്ലാ വിഷയങ്ങളും വിടുതൽ കൽപ്പിക്കുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണുന്നതിൻ്റെ ലിങ്കുകൾ ദയവായി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ.